Hi, hello. I am Sahada, creative designer and graphic designer mentor at Design School Hacka. ആർട്ട് ക്രാഫ്റ്റ് ഡിസൈൻ തുടങ്ങി ക്രിയേറ്റീവ് ജേർണി ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ വർക്ക് സ്പേസ് ഡിസൈൻ എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാൻ നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ടൂൾസ് അറിയാത്ത ഒറ്റ റീസൺ കൊണ്ട് അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? എൻ്റെ വീട്ടിലും വർക്ക് സ്പേസിലൊക്കെ ഉള്ള ഫ്രെയിംസും ഡിസൈൻസൊക്കെ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അതുപോലെ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് ആസ് എ ബിഗിനർ എങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ സീരീസിലൂടെ നോക്കാൻ പോകുന്നത്. ഓൾസോ ഒരു 30 ഡിസൈൻസ് ടെംപ്ലേറ്റ്സ് നമ്മൾ ഈ സീരീസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഒരു സ്പേസിലാണ് ഷോക്കേസ് ചെയ്യുക. അതല്ല നിങ്ങൾ ഫസ്റ്റ് ടൈം ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കാം. ഇതിൽ ഓപ്പൺ ആണ് നിങ്ങൾ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ്ലി എന്തെങ്കിലും ഇമേജസ് അല്ലെങ്കിൽ ഫയൽസ് ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും ഡയറക്റ്റ്ലി ഇല്ലുസ്ട്രേറ്ററിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. നെക്സ്റ്റ് ന്യൂ ഫയലാണ്. ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ ഡോക്യുമെൻ്റ് പറഞ്ഞിട്ട് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരിക. ഈ ഒരു വിൻഡോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള ആർട്ട് ബോർഡ്സിൻ്റെ സൈസസ് ആണ്. അതല്ലാതെ ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് ഒരുപാട് സൈസ് ഉണ്ട്. ഈ സൈസസ് ഉള്ള ഈ മെഷർമെൻ്റ് ഉള്ള ആർട്ട് ബോർഡ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനിൽ യൂസ് ആക്കാം. അതല്ല ഈ സൈസൊന്നും വേണ്ട, നിങ്ങൾക്ക് കസ്റ്റം ചെയ്യണോ നിങ്ങൾക്ക് ചെയ്യാം. റൈറ്റ് സൈഡിൽ ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഇവിടെ മെഷർമെൻറ്റ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു കസ്റ്റം ചെയ്തിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ A4 സൈസാണ് എടുക്കുന്നത്. ഇത് റീസെൻ്റ്ലി 2026 ഇല്ലുസ്ട്രേറ്ററിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇതുവരെ ഇല്ലുസ്ട്രേറ്ററിൽ ബാക്ക്ഗ്രൗണ്ടിൽ റെക്റ്റാങ്കിളൊക്കെ വരച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ഓൺ ചെയ്യണേനോ, ബട്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇല്ലുസ്ട്രേറ്റർ 2026 പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് കളർ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് കളർ ചെയ്യാം. ആർട്ട് ബോർഡ് കളർ നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ബട്ട് ഞാനിപ്പോൾ സ്റ്റിൽ ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കളർ മോഡ്. നമുക്ക് പ്രിൻറ്റിങ് പേർപ്പസിനുള്ളതായതുകൊണ്ട് തന്നെ ഇവിടെ CMYK ആണ് വേണ്ടത്. അതല്ല ഈ RGB എന്ന് പറയുന്നത് ഓൺലൈൻ, അതായത് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് RGB എന്ന് പറയുന്നത്. അത് പ്രിൻറ്റിങ്ങിനായതുകൊണ്ട് നമുക്കിവിടെ CMYK ചൂസ് ചെയ്യാം. ദെൻ ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പേജ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവുക. ഈ ഒരു ഏരിയ ആണ് നിങ്ങളുടെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് കളർ അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ പുറത്ത് നിങ്ങൾക്ക് റഫായിട്ട് എന്തെങ്കിലും വരയ്ക്കണം, കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഈ ഒരു സ്പേസിലാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഇതിൻ്റെ ഒരു മെഷർമെൻറ്റിലാണ്, ഈ ആർട്ട് ബോർഡിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ ഫസ്റ്റിലേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ആ ഒരു മെഷർമെൻറ്റ് അതിൽ വേണം കറക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പം ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്താലും വിൻഡോയിൽ വർക്ക് സ്പേസ് എസെൻഷ്യൽ ക്ലാസിക് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതർവൈസ് ഞാനിപ്പോൾ വർക്ക് സ്പേസ് ചേഞ്ചായി ലേഔട്ടിലേക്കൊക്കെ മാറിപ്പോയി, അപ്പോൾ എനിക്ക് ഇത്രയും ടൂൾസ് മിസ് ഔട്ടായി പോവും, അല്ലെങ്കിൽ കുറേ വിൻഡോസ് മിസ് ഔട്ടായി പോവും. സോ കംപ്ലീറ്റ് ടൂൾസും കംപ്ലീറ്റ് വിൻഡോസും കാണണമെന്നുണ്ടെങ്കിൽ വർക്ക് സ്പേസിൽ എസെൻഷ്യൽ ക്ലാസിക് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന 2 വിൻഡോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ടൂൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഞാൻ ഇപ്പോൾ ഷേപ്പ് ടൂൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ടൈപ്പ് ടൂൾ എടുക്കുകയാണ്, എന്ത് ടൂൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സെറ്റിങ്സ് എനിക്ക് പ്രോപ്പർട്ടീസിൽ വന്നിട്ട് ചേഞ്ച് ചെയ്യാം. ലൈക്ക് ഞാനിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ഇങ്ങനെ വെറുതെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്ത് ടൂൾസ് എടുത്താലും അതിൻ്റെ സെറ്റിങ്സ് എനിക്ക് പ്രോപ്പർട്ടീസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസിൽ നമ്മൾ ഈ ടൂൾസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പിയറൻസിൽ നമ്മളെ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ നമ്മൾ പേജിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന എഫക്ട്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പിയറൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്, എഫക്ട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പിയറൻസ് പറഞ്ഞിട്ടുള്ള വിൻഡോ ഉള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഡിസൈനാണ്. ഇതെങ്ങനെ ഫ്രം സ്ക്രാച്ച് ഇതെങ്ങനെ ക്രിയേറ്റ് ആക്കാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഭയങ്കര ജിയോമെട്രിക്കൽ ഷേപ്സാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ കുറേ ഷേപ്സും കളേഴ്സും യൂസ് ചെയ്തിട്ടായിരിക്കും
ഇനി കുറച്ച് ഡിസൈൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബേസ് കളർ ഞാൻ പറഞ്ഞു, ഇലുസ്ട്രേറ്ററിൽ റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആർട്ട് ബോർഡ് ടൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ആർട്ട് ബോർഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ആർട്ട് ബോർഡ് കളർ ഇവിടെ നിന്ന് ഐ ഡ്രോപ്പർ പിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. അതർവൈസ് നിങ്ങളിൽ ഈ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക, ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. ഇതിൻ്റെ പേജിൻ്റെ പുറത്തേക്കൊക്കെ റെക്റ്റാങ്കിൾ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് വരില്ല, പ്രോബ്ലം ഇല്ല. ദെൻ ഞാൻ ഇപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചു. എനിക്ക് ഈ ഇമേജിന് ഈ സെയിം കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഐ ഡ്രോപ്പർ ടൂൾ. ഞാൻ ഇപ്പോൾ ഒരു ഷേപ്പ് വരച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ഐ ഡ്രോപ്പർ ടൂൾ പിക്ക് ചെയ്തിട്ട് കളർ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം കളർ എനിക്ക് എൻ്റെ ഡിസൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിസൈനിൽ ഞാനിപ്പോൾ ഈ സെയിം ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്തു. എനിക്കിനി ഞാൻ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് എനിക്കിങ്ങനെ മൂവ് ആവരുത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ലൈക്ക് ഇത് ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് മൂവ് ആവും. സോ എനിക്കിത് മൂവ് ആവേണ്ട, എനിക്കിത് ലോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിൻഡോയും കൂടി ഉണ്ട്, ലെയേഴ്സ് പാനലുണ്ട്. സോ ലെയേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഭയങ്കര ഡീറ്റെയിലിംഗ് വരും, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരും. നമുക്ക് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ എനിക്കിവിടെ ഈ ലെയർ പാനലിൽ ഇപ്പോൾ ഇത് ലെയർ 1 ഞാനൊരു ഷേപ്പ് വരച്ചു. ഇവിടെ ലെയർ 1 എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ വരച്ചിട്ടുള്ള ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഹൈഡ് ചെയ്യാം, ഓർ എനിക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ലോക്ക് ചെയ്യാം. ബട്ട് ഞാനിപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ഈ ഹോൾ ലെയേഴ്സ് ഈ ഒരു ലെയറിലാണ് ഈ കംപ്ലീറ്റ് പേജിൽ ഇപ്പോൾ ഉള്ള എലമെൻറ്റ്സ് കംപ്ലീറ്റ് ഉള്ളത്. അപ്പോൾ ഇത് മൊത്തം എന്തായി പോകും, ലോക്കായി പോകും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ആരോ ക്ലിക്ക് ചെയ്താൽ ഇത് സബ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടാണ് ലോക്ക് ആക്കേണ്ടത്. സോ ഇത് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഈ ലെയർ മാത്രം സെലക്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. Ctrl+Alt ആണ് ഷോർട്ട് കീ. ഇപ്പോൾ ഷോർട്ട് കീസ് യൂസ് ചെയ്ത് ചെയ്യാം. ഷേപ്പ് സെലക്ട് ചെയ്യാം, Ctrl+Alt ക്ലിക്ക് ചെയ്താൽ ഇത് ലോക്കാവും. ദെൻ ഇത് മൂവ് ആവില്ല. ലൈക്ക് കണ്ടോ, ലൈക്ക് ഇത് മൂവ് ആവുന്നില്ല. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പാണ് എനിക്കിതിലൊരു ക്യൂബ് വരയ്ക്കണം. അപ്പോൾ എനിക്ക് ക്യൂബ് വരയ്ക്കാൻ ഭയങ്കര റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് കുറേ സ്ക്വയേഴ്സ് വെച്ചിട്ട് ക്യൂബ് വരയ്ക്കണേക്കാട്ടിയും ഒരു എളുപ്പമുള്ള മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചിരിക്കണേ. പോളിഗൺ ടൂൾ എടുക്കുക, ഒരു പോളിഗൺ ഷേപ്പ് വരയ്ക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കണം. അതർവൈസ് നിങ്ങൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാണ്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഷേപ്പ് നിങ്ങൾക്ക് കിട്ടില്ല. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കുക, ഏത് ഷേപ്പാണെന്നുണ്ടെങ്കിലും. നിങ്ങളൊരു ഷേപ്പ് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ടൂള് സെലക്ഷൻ ടൂള് യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുക, പൊസിഷൻ ചേഞ്ച് ചെയ്യുക, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാണ്ട് ചെയ്യരുത്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യാണ്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഷേപ്പ് റീസ്ട്രക്ചർ ആവും, ഭയങ്കര കംപ്രസ് ആവും, അല്ലെങ്കിൽ സ്ട്രെച്ച് ആവും. അതൊക്കെ നിങ്ങളെ ഡിസൈനിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം ഞാനിതൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഇങ്ങനെ വേണം. ഓക്കെ, ഞാനത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്കിനി ഞാനൊരു ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലൈനിന് എനിക്ക് കളർ ആഡ് ഓൺ ചെയ്യണം. ഇതാണ് സ്ട്രോക്ക്. ഡബിൾ ടാപ്പ് ചെയ്യുക, കളർ ആഡ് ഓൺ ചെയ്യുക. ഓക്കെ കൊടുത്തു. സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൂട്ടി, കുറച്ച് വിഡ്ത്ത് കൂട്ടുക, വിസിബിൾ ആവാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് വിഡ്ത്ത് കൂട്ടുക. നെക്സ്റ്റ് ഞാൻ ഈ ലൈനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പ്രോപ്പർ സെൻറ്ററിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും മൂവ് ആക്കുമ്പോൾ ഇതിലെനിക്ക് ഗൈഡ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, വ്യൂവിൽ പോയിട്ട് സ്മാർട്ട് ഗൈഡ്സ് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. Ctrl+U ആണ് ഷോർട്ട്. ഈ സ്മാർട്ട് ഗൈഡ്സ് ഓൺ ആക്കിയിട്ടാൽ ഇനി ഞാൻ മൂവ് ആക്കുമ്പോൾ എന്തെങ്കിലും മൂവ് ചെയ്യുമ്പോൾ കറക്റ്റ് ഗൈഡ്സ് കാണിക്കും. ലൈക്ക് ഇത് എവിടെ ഇൻ്റർസെക്റ്റ് ആവുന്ന മിഡ് പോയിൻ്റ് ആണോ, ലൈക്ക് പ്രോപ്പർ ഗൈഡ്സ് കാണിക്കും, ഗൈഡ് ലൈൻസ് കാണിക്കും. സോ ഈ സ്മാർട്ട് ഗൈഡ്സ് ഓൺ ആക്കിയിടുക. ഞാനിനി ഈ പോളിഗണിന് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. നെക്സ്റ്റ് ഞാനിതുപോലെ ഒരു ലൈനും കൂടി ആഡ് ഓൺ ചെയ്യാണ്. സെൻറ്ററിലൂടെ ആങ്കർ പോയിൻ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെ ഒരു ലൈനും കൂടി ആഡ് ഓൺ ചെയ്ത് സ്ട്രോക്ക് ആഡ് ഓൺ ചെയ്തു. എനിക്ക് ഈ സ്ട്രോക്കിന് ഈ സെയിം തിക്നെസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് ഈ സ്ട്രോക്ക് സെലക്ട് ചെയ്താൽ മതി.
സെയിം ഞാനൊരു ലൈനും കൂടി സെൻറ്ററിലൂടെ ഇൻ്റർഫേസ് ചെയ്ത് ഈ ഷേപ്പ് ഇൻ്റർഫേസ് ചെയ്യുമ്പോൾ സെൻറ്ററിലൂടെ ഒരു ലൈനും കൂടി ആഡ് ഓൺ ചെയ്തു. ഓക്കെ, ഇനി സോ നമ്മളിപ്പോൾ ലൈൻസ് യൂസ് ചെയ്തിട്ട് പോളിഗൺ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുക, ഒരുമിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷേപ്പ് ബിൽഡർ ടൂൾ ഉണ്ട്. ഈ ടൂൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഒരു സെപ്പറേഷൻ വരും. പോളിഗൺ ഒറ്റ ഷേപ്പാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ലൈൻസ് ഇട്ടതുകൊണ്ട് ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്ത് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ ഈ ഷേപ്പ് ബിൽഡർ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കളേഴ്സിൽ പോയിട്ട് കുറച്ച് കളേഴ്സ് ഞാൻ ഓൾറെഡി പിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. സോ ഞാനിവിടെ ഒരു കളർ പിക്ക് ചെയ്യുന്നു, അതിവിടെ ഫില്ലിൽ ആഡ് ഓൺ ആവും. ദെൻ ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്ത് കളർ പിക്ക് ചെയ്തു, ദെൻ ഞാനിതിൽ അപ്ലൈ ചെയ്തു. സെയിം പ്രോസസ്സ് ഞാൻ ഓരോന്നിലും ചെയ്യാണ്. നെക്സ്റ്റ് കളർ പിക്ക് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ടാണ് കളർ പിക്ക് ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കുക. ആൻഡ് യെസ്, നമ്മൾ ക്യൂബ് കറക്റ്റ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്യൂബ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഡിസൈനിലേക്ക് പ്ലേസ് ചെയ്യുക. വേണമെങ്കിൽ ഹൈറ്റ്, എനിക്ക് കുറച്ച് ഹൈറ്റ് മതി, ഞാൻ ഹൈറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്കിതിനൊരു ബേസ് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് സെയിം ഷേപ്പ് വരയ്ക്കുകയാണ്. ഐഡ്രോപ്പർ ടൂൾ എടുക്കുക, കളർ പിക്ക് ചെയ്യാം. ഇനി എനിക്കിത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇടണം. അതിന് വേണ്ടി ഞാൻ അതിൻ്റെ മുമ്പ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. കറക്റ്റ് പ്ലേസ് ചെയ്യുക, പ്ലേസ്മെൻറ്റ് കറക്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് കൺട്രോൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്തത് ഏറ്റവും ബാക്കിലേക്ക് പോവും. ദെൻ കൺട്രോൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യാം, ഇത് ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അറേഞ്ചിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്ട് കീസ്, അതായത് ലെയേഴ്സ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റും. ലൈക്ക് അതിൻ്റെ ഷോർട്ട് കീസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സെയിം കളർ ആയതുകൊണ്ട് തന്നെ ഇതിലെങ്ങനെ എന്ത് ചെയ്യണം, ലൈക്ക് ഇത് കളർ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. സോ ഇവിടെ ഒരു സെപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. സെയിം ഞാൻ ലൈൻ ടൂൾ എടുക്കുന്നു, ഇതുപോലെ ഒരു അതിൻ്റെ മുമ്പായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ എഡ്ജസിനനുസരിച്ചിട്ട് ഈ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതിനനുസരിച്ചിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് അതിൻ്റെ പെർസ്പെക്റ്റീവ് പോയിൻറ്റ്സ് ആഡ് ഓൺ മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ എന്തോ ഒന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എനിക്കിവിടെ സെപ്പറേഷൻ ആഡ് ഓൺ ചെയ്യണം. സോ ലൈൻ എടുക്കുക, ലൈൻ ടൂൾ എടുത്തിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു. ലൈനിൽ നിങ്ങൾക്ക് ഇത് വേണം നിർബന്ധമില്ല, സ്ട്രോക്കൊന്നും വേണം നിർബന്ധമൊന്നുമില്ല. നില്ലാക്കി കൊടുത്താലും ഗുഡാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുണ്ടെങ്കിൽ നില്ലാക്കി കൊടുക്കാം, അതർവൈസ് നിങ്ങൾക്ക് കളർ ആഡ് ഓൺ ചെയ്യാം. ഞാൻ ഇപ്പോൾ കളർ ആഡ് ഓൺ ചെയ്യുന്നില്ല. ഇനി 2 ലൈൻ ഞാൻ വരച്ചത് ഒരുമിച്ച് സെലക്ട് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ കാണാൻ വേണ്ടി പറ്റും. ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് എനിക്കിത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കളർ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഇപ്പം നമുക്ക് എന്തായി, കറക്റ്റ് ഇതിൻ്റെ കളർ കോൺട്രാസ്റ്റ് വർക്ക് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ ഈ സെപ്പറേഷൻ മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് എനിക്കിവിടെ ഒരു സ്പേസ്, ഭയങ്കരമായിട്ടൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇത്ര കോണ്ടൻറ്റ്, ഇവിടെ ഇത്ര ഡിസൈൻസ് എലമെൻറ്റ്സ് വന്നിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. സോ ഈ ബ്ലാങ്ക് സ്പേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ജസ്റ്റ് ടൈം നിങ്ങൾക്ക് എന്താണോ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് ഈ ഒരു ഫോണ്ടിൽ ഞാൻ പ്ലേസ് ചെയ്തു, ഞാൻ കളർ ആഡ് ഓൺ ചെയ്തു. പക്ഷേ ഇത് ഭയങ്കര സ്പേസ്, ലൈക്ക് ഇത് ബാലൻസ് ആവുക എനിക്ക് തോന്നുന്നത് ബെറ്റർ ആവുക. ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ആയി എനിക്ക് തോന്നുന്നു. ഈ ഒരു ഫോണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇതിൻ്റെ കുറച്ച് ബോൾഡ് വേർഷൻ കൊടുക്കാം, സെമി ബോൾഡ്. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നമുക്കിത് പ്രോപ്പർ അലൈൻ ചെയ്യാം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഔട്ട്പുട്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ ഡിസൈൻസ് നമ്മൾ സെയിം ഷേപ്സും കളേഴ്സും യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അസറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.